എൻ്റെ ഭായിയോട് പറഞ്ഞ് ഇതുപോലൊരു കൊള്ളസങ്കേതം അവിടെയും പണിയിപ്പിക്കണം. പറഞ്ഞ് നാക്കത്ത് വായിക്കാത്തോട്ടിട്ടില്ല. കാലം ഈയിടയ്ക്കെങ്കിലും ചാവത്തില്ല. ഭായി വിളിക്കുന്നു. അയ്യോ ഭായി പറഞ്ഞാട്ടെ. ഹലോ മിസ്റ്റർ പരമശിവം. ആ ഭായി, നാളെ ഒരു കണ്ടിരുന്നേ വാളയാറിൽ നമ്മളെ സ്പിരിറ്റ് വരുന്നുണ്ട്. അത് നീ ബുദ്ധിപൂർവ്വം കടത്തി നമ്മളെ ഗോഡൌണിൽ എത്തിക്കണം. ഭായിക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലേ ഭായി? ഭായി എൻ്റെ ഭായിയല്ലേ ഭായി? ഞാൻ ഭായിയുടെ ഭായിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. പറയൂ. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചൊരു കളി കളിച്ചാലോ? വെരി ഗുഡ് മൈ ബോയ്. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാട്ടെ. വണ്ടിയുടെ നമ്പർ KRV. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. KRV. ഒരു കാര്യം ചെയ് ഭായി, ഇപ്പൊ പറഞ്ഞതൊക്കെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ആയിട്ടാ വോയിസ് ആയിട്ട് അയക്കാൻ നിൽക്കണ്ട, ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഓക്കെ ഭായ്, ശരി ഭായ്. ഓക്കെ ബൈ ബൈ. രണ്ടു ഭായി കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പം മുകളിലോട്ട് അങ്ങ് ഭായി ആയാലേ. മൊബൈൽ വൈബ്രേഷൻ മോഡിലാണല്ലോ. മൊബൈൽ വൈബ്രേഷൻ മോഡായതല്ല, ഞാൻ മൂളിയതാ. പേരുകേട്ട തറവാടി ഓപ്പിരിക്കുമാടി മണ്ണിലേ സത്യമേ സോമകന്യകേ. നമസ്കാരം, ഞാൻ വർക്കി. തന്റെ വർച്ചിലേട്ടാത്തൊന്നും ഞാനൊരു വർക്കുമില്ലാതെ ഇവിടെ തേരാഭാര നടക്കുന്നവനാണെന്ന്. അത്യാവശ്യം വർക്ക് എനിക്കൊക്കെ ഉണ്ട്. അതല്ല, ഞാൻ ചിന്നാടൻ വർക്കി. മനസ്സിലായില്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു പഞ്ച് ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അടിച്ചരക്കേ. അടിച്ചരക്കെന്നല്ലോ, അടിസഖേ എന്നല്ലേ പറയുന്നത്. അത് ഈ ക്യാമറയും ബലാസംഗും എല്ലാം കണ്ട് കണ്ട് എന്റെ വായിൽ ഇപ്പൊ ആ വാക്കേ വരൂ, അടിച്ചരക്കേ. എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച കാര്യം പറഞ്ഞാട്ടെ. നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് ആന വാങ്ങിത്തരും, ചേന വാങ്ങിത്തരും. മറിച്ചാണെങ്കിൽ ഈ പറഞ്ഞത് എങ്ങോട്ടാണ് വണ്ടി തള്ളിക്കൊണ്ട് വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതല്ല, നീ എന്നോടൊപ്പം നിന്നാൽ ഈ സംസ്ഥാനം മുഴുവൻ നമുക്ക് അടക്കി ഭരിക്കാം. ഇത്രയും അണ്ടർവേൾഡ് കിങ്ങായ ഞാൻ തന്നോടൊപ്പം വന്ന് സംസ്ഥാനത്ത് അടയ്ക്കാ പറയ്ക്കാൻ നിന്നാൽ ജനം എന്നെ പുച്ഛിച്ച് തള്ളത്തില്ലേ? മാത്രമല്ല പഴനിയെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആര് പറഞ്ഞു പഴനി അറിയില്ലെന്ന്? സീസൺ വന്നു കഴിഞ്ഞാൽ 5-6 ടൂറിസ്റ്റ് ബസ്സുകളല്ലേ പഴനിയിൽ കിടന്ന് ഓടുന്നത്. പഴനി ടു എറണാകുളം, എറണാകുളം ടു പഴനി, പഴനി ടു എറണാകുളം, എറണാകുളം ടു പഴനി. കളിച്ച് കളിച്ച് കണ്ടന്റും മാറ്റി ഫ്ലോറും വിട്ട് പോവുകയാണല്ലോ. എടാ, തന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞാട്ടെ. നീ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ഭായി ഇപ്പൊ തരുന്നേക്കാൾ കൂടുതൽ തുക ഞാൻ നിനക്ക് തരും. സാധ്യമല്ല, എന്റെ ഭായിയെ ചതിക്കാൻ ഞാൻ തയ്യാറല്ല. ഭായി എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. എന്നാലും എത്ര രൂപ തരും? നീ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ. എന്നാലും എത്ര? 50 രൂപ. ദൈവമേ, ഇത്രയും പണം ഒരുമിച്ചെൻ്റെ കൈ കിട്ടിയാൽ ഞാൻ പറഞ്ഞ് താന്തോന്നിയായി പോവുമല്ലോ. ചുമ്മാതല്ല പണം മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പറയുന്നത്. എന്നാലും ഭായിയെ ചതിക്കുകയെന്ന് വെച്ചാ. ഹലോ ഭായ്, ഇവിടെ എനിക്ക് വേറൊരു ഭായിയെ കിട്ടി. അതുകൊണ്ട് തൽക്കാലം ഭായിക്ക് ബായ്. ഭായിയുടെ നമ്പർ ഡിലീറ്റഡ്. ഇനി മുതൽ നിങ്ങളാണ് എൻ്റെ ഭായ്. പറ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നീ ചിന്നാടിന്റെ കാലാപാനി കടത്തണം. മണ്ടത്തരം പറയാതെ. ചിന്നാടിന്റെ അല്ല, മോഹൻലാലിന്റെ അല്ലേ കാലാപാനി? അതല്ല, ചിന്നാടനായി എന്റെ കാലാപാനിയുമായി വരുന്ന കണ്ടെയ്നറുകൾ നീ ചെക്ക് പോസ്റ്റ് വഴി കടത്തി തരണം. സോ സിമ്പിൾ. അതിനൊരു വഴിയുണ്ട്. വഴിയെന്ന് പറഞ്ഞാൽ ചിന്നാടിന്റെ കാലാപാനി അവിടെ പോയിട്ട് നമ്മള് ചിന്നാടിന്റെ കാലാപാനി നമ്മളവിടെ കടത്താം. ഐഡിയ പറഞ്ഞു തരാൻ കിടന്നുറങ്ങുന്നു. ഐഡിയ ആലോചിച്ചല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഐസ് കട്ടയ്ക്കകത്ത് സ്പിരിറ്റ് കയറ്റി ഒരു കളി കളിച്ചാലോ? സ്പിരിറ്റ് ഐസിൽ വെച്ച് അത് കട്ട പിടിക്കില്ലേ? പിന്നെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് സിപ്പപ്പായി കൊടുക്കാനേ പറ്റൂ. എന്റെ ബിസിനസ് നീ തോലിക്കാനാണോ? ആരോട് പറയടോ? വെള്ളം ഐസാകണമെങ്കിൽ -0 ഡിഗ്രി മതി. പക്ഷെ സ്പിരിറ്റ് ഐസാകണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഉപയോഗം. മിമിക്രി പഠിച്ചാൽ അങ്ങനെ പറ്റൂ. എന്ന് ഞാൻ ആദ്യം മിമിക്രി പഠിച്ചിട്ട് വരാം. 50 രൂപയ്ക്ക് എഗ്രിമെന്റും ആയിപ്പോയി. ഭായിയുടെ നമ്പരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടങ്ങ് പോവായിരുന്നു. ഇതൊക്കെ ആരുടെ ഇതൊക്കെ? അവിടെ നിന്ന് വാതിൽ മണി അടിച്ചു കൂട്ടാതെ ഇങ്ങോട്ട് കടന്നു വരൂ. ഈ കൊള്ളസങ്കേതത്തിൽ വന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ നിനക്ക് ആര് ധൈര്യം തന്നു? അയ്യോ, ഞാൻ കളിയാക്കി ചിരിച്ചതല്ല. ഈ കൊള്ളസങ്കേതത്തിന്റെ ഭംഗി കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയതാണ്. ആരാണ് നീ? ഞാൻ അലക്സാണ്ടർ.
അത് എന്റെ കയ്യിലുണ്ട്. എന്ത് എക്സെൻഡർ. നല്ല കുളിരുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് സെൻഡ് ചെയ്യൂ. അശ്ശടാ അതല്ല, ഞാൻ അലക്സാണ്ടർ, അലക്സാണ്ടർ. അടിച്ചരക്കേ. അനാവശ്യം പറഞ്ഞാൽ അടിച്ചു നിന്റെ മുഖം ഞാൻ പൊളിക്കും. അനാവശ്യം പറഞ്ഞതല്ല, പിന്നെ ഇത് എന്റെ പഞ്ച് ഡയലോഗാണ്. അടിച്ചരക്കേ. അങ്ങനെയാണെങ്കിൽ എനിക്കുമുണ്ടടാ ഒരു പഞ്ച് ഡയലോഗ്. എന്താണത്? അമ്പടി ജിഞ്ചിന്നാക്കിടി. ദൈവമേ, ഇവരെ രണ്ടുപേരെ ഈ പഞ്ച് ഡയലോഗിന്റെ ഇടയ്ക്ക് എന്റെ അമ്മേ എന്ന ഡയലോഗ് മുങ്ങിപ്പോവല്ലോ ഈശ്വര. അപ്പൊ നീ എന്തിനിവിടെ വന്നു? പളനി വേണം. അത് എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തമിഴ്നാട് സർക്കാർ അനുവദിക്കുമെങ്കിൽ പഴനിയല്ല മധുര വേണമെങ്കിലും കൊണ്ടുപോകൂ. ശേടാ അതല്ല, ഈ നിൽക്കുന്ന പളനിയെ എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാളെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങ് ബാംബെയിലായി. അവിടെ എന്തായിരുന്നു താങ്കളുടെ ജോലി? ബാംബെയിൽ ചെറിയൊരു കള്ളച്ചങ്കേതം നടത്തുകയായിരുന്നു. ലാഭമില്ലാത്തോണ്ട് ഞാൻ ദാവീദിനത് മറിച്ചു. ഇപ്പൊ ഞാൻ എറണാകുളത്ത് പുതിയൊരു കൊള്ളച്ചങ്കേതം തുടങ്ങി. അടുത്ത മേടമാസം 1-ാം തീയതി അതിന്റെ പാല് കാച്ചാണ്. പളനിയെ ഞാൻ ക്ഷണിക്കാനാണ് വന്നത്. അലക്സാണ്ടർ, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്? നീ എന്റെ പേര് വിളിച്ചപ്പോൾ അതിന്റെ കമ്പനം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയതാണ്. നീ വന്നതിന്റെ ഉദ്ദേശം? എനിക്ക് ഈ പളനിയെ വേണം. പളനി ഞാൻ വിട്ടുതരില്ല. ഞാൻ പളനിയെ കൊണ്ടേ പോകും. പളനി കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ലോകനാക്കാവിൽ അമ്മയാണ്, ഇരിക്കുന്ന ത്രിമൂർത്തികളാണ്, മൂലക്കിരിക്കുന്ന മൂല ഭഗവാനാണ്. എന്റെ കൊക്കിന് ജീവനുണ്ടേ ഞാൻ പളനിയെ കൊണ്ടുപോയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ കൊക്കിനെ ഞാൻ തല്ലിക്കൊല്ലും. അങ്ങനെയാണെങ്കിൽ നിന്റെ കവാടത്തിൽ ഫ്രണ്ടിലിരിക്കുന്ന ലവ് ബേഴ്സിനെ ഞാനും കൊല്ലുമണം. തോടിക്ക് 10 രൂപ വാങ്ങിയ എന്റെ ലവ് ബേഴ്സിനെ കൊല്ലുമെന്നോ? എടാ നിർത്താനല്ലേ പറഞ്ഞത്? നീയൊക്കെ ഇനി ഇവിടെ കണ്ട് തമ്മിൽ തല്ലിയാൽ നിനക്ക് നിന്റെ കൊക്കിനെയും കിട്ടില്ല, നിനക്ക് നിന്റെ ലവ് ബേഴ്സിനെയും കിട്ടില്ല. എനിക്കൊരു ചുക്കുമില്ല. ആരാണ് നീ? അശ്വടാ, ഇല്ലാത്ത കഥാപാത്രത്തെ കയറ്റി സ്കിറ്റ് വലിക്കുന്നു. അമ്മേ, നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ കിടന്ന സമയത്തല്ലാതെ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് നിന്നൂടെ? എന്ത് പറയുന്നു? വെരി ഗുഡ് ഐഡിയ. നല്ല ഐഡിയ ആണ്. എങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാം. അതെ അതെ. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ സ്പിരിറ്റുകൾ എങ്ങനെ ബൂട്ടുചെട്ടിയിൽ എത്തിക്കും? ആശാനെ, ഈ പോലീസും CID നമുക്ക് വലവരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞാലോ? പറയേ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നമ്മൾ സ്പിരിറ്റിനെ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നില്ല. പിന്നെ സ്പ്രൈറ്റ് എന്നാണോ പറയുക? അതല്ല, ആദ്യം പറയുന്നത് ഇങ്ങോട്ട് കേക്ക്. സ്പിരിറ്റിനെ നമുക്ക് 3 പേർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ പേരിട്ട് വിളിക്കുന്നു. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ എന്റെ വൈഡൂര്യത്തെ ഞാൻ കുഞ്ഞമ്മ എന്ന് പേരിടാം. അങ്ങനെയാണെങ്കിൽ മുതലാളിയുടെ സ്പിരിറ്റിനെ ഞാൻ അച്ഛൻ എന്ന് പേരിടുന്നു.